ലഹരിക്കടത്ത് കേസുകളിൽ കുടുങ്ങുന്നവർക്ക് കടുത്ത ശിക്ഷയാണ് ഖത്തറിൽ കാത്തിരിക്കുന്നത്. ഭൂരിഭാഗം കേസുകളിലും ഉന്നത കോടതികളെ സമീപിച്ചിട്ടും കാര്യമില്ലെന്ന് നിയമവിദഗ്ധർ പറയുന്നു. തുച്ഛമായ തുകയ്ക്ക് വേണ്ടിയോ സൗഹൃദത്തിന്റെ പേരിലോ ഒക്കെയാണ് മിക്കവരും മറ്റുള്ളവർ നൽകുന്ന ബാഗേജുമായി യാത്ര ചെയ്യുന്നത്. ഒടുവിൽ പിടിക്കപ്പെടുമ്പോഴാകും യാത്രക്കാരൻ സംഭവത്തിന്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കുന്നത്. നിരപരാധിത്വം ബോധിപ്പിക്കാനുമാവില്ല. ഖത്തർ പോലുള്ള രാജ്യങ്ങളിൽ നിയമസഹായം ലഭ്യമാക്കാനും കനത്ത തുക കണ്ടെത്തേണ്ടി വരും. മയക്കുമരുന്നിനോട് സന്ധിയില്ലാ പോരാട്ടം നടത്തുന്ന ഖത്തറിൽ ഇത്തരം നിയമ പോരാട്ടങ്ങൾ വലിയ ഫലവും കാണാറില്ല. പിടിക്കപ്പെട്ടാൽ ശിക്ഷ ഉറപ്പാണെന്ന് സാരം. പിടിച്ചു കഴിഞ്ഞാൽ, അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അവരുടെ ഡീറ്റെയിൽസ് എടുക്കും, ഫോട്ടോ എടുക്കും, ഈ സാധനത്തിൻ്റെ റിപ്പോർട്ട് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പിന്നെ നമ്മളൊരു കേസ് ഫയൽ പഠിക്കുമ്പോൾ അതിൻ്റെ ടെക്നിക്കലി നമുക്ക് അതിൻ്റെ ലീഗൽ സൈഡിൽ വെച്ചിട്ട് എങ്ങനെ ശിക്ഷ കുറച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ സാധാരണഗതിയിൽ ഇതിൽ ശ്രമിക്കുന്നത്. ഇവരെ അയച്ച ആളുകൾ ഒരിക്കലും ചിത്രത്തിലേക്ക് വരില്ല. അതുകൊണ്ട് ഇവർക്ക് ഒരിക്കലും ഇത് ഫീസ് അടക്കാനും പറ്റില്ല, കേസ് നടത്താനും പറ്റാത്ത ഒരു വല്ലാത്ത അവസ്ഥ വരും. അതിനൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ഹമദ് വിമാനത്താവളത്തിലും തുറമുഖങ്ങളിലും പരിശോധന നടത്തുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ വിമാനത്താവളത്തിൽ പിടിക്കപ്പെടാതിരുന്നാൽ അവർ ഡ്രഗ് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ നിരീക്ഷണത്തിലാണെന്ന് സാരം. വിൽപ്പനയുടെയും കടത്തിന്റെയും കണ്ണികളെ ഒരുമിച്ച് പിടികൂടാൻ ഇത്തരം നടപടികൾ അധികൃതർ സ്വീകരിക്കാറുണ്ട്. അറിവില്ലായ്മ മൂലമോ ശ്രദ്ധക്കുറവ് മൂലമോ നിരപരാധികളും കേസുകളിൽ കുടുങ്ങുന്ന സാഹചര്യത്തിൽ ഖത്തർ ഇന്ത്യൻ എംബസിയും അനുബന്ധ സംഘടനയായ ICBF-ഉം ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം സെമിനാർ സംഘടിപ്പിച്ചിരുന്നു. തുടർ പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്യുന്നുണ്ട്. പലരും പിടിക്കപ്പെടുന്നത് ഈ ഇവിടുത്തെ നിയമങ്ങൾ എന്താണോ അല്ലെങ്കിൽ ഇവിടുത്തെ നിയമവ്യവസ്ഥ എന്താണെന്നുള്ളതിൻ്റെ അവയർനെസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായും ഇതൊരു അവയർനെസ് സെഷൻ്റെ തുടക്കമാണ്. നമ്മൾ ഇതിൻ്റെ ഇനി കുറേ കണ്ടൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതിനെ നമ്മൾ പല രീതിയിൽ ഇവിടെയും ഖത്തറിലും അതുപോലെ തന്നെ നാട്ടിലുള്ള മീഡിയാസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കൂടുതലെത്തിക്കാം. ലഹരിക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് 100-ലേറെ ഇന്ത്യക്കാർ നിലവിൽ ഖത്തറിലെ ജയിലുകളിൽ ഉള്ളതായി ഇന്ത്യൻ എംബസി വ്യക്തമാക്കിയിരുന്നു. മീഡിയ 1 ദോഹ.